കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പൻ നല്ല സന്തോഷത്തിലാണ്. തൊഴുതു വന്ന് ഞാനും നല്ല സന്തോഷത്തിലാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല രസമില്ല. അത് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ ആകെ തിളങ്ങണ അകത്ത് എത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത്. ഗുരുവായൂരപ്പൻ്റെ കാലുമേൽ ആ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. കളഭം കൊണ്ട് കളഭത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കസവിനെ അങ്ങനെ ഒട്ടിച്ചിട്ട് പാളസാറ് പോലെ കൊടുത്തിട്ടുണ്ട്. മഞ്ഞ കസവുള്ള പാളസാറ് കൊടുത്ത പോലെ ആ പൊന്നുണ്ണി കണ്ണൻ്റെ നിപ്പ്. നല്ല കൗതുകമുണ്ട് ഗുരുവായൂരപ്പൻ്റെ. അരയിൽ കിങ്ങിണി കാണാനുണ്ട്, ഒരു മാങ്ങാമാല, ഒരു മുല്ലമൊട്ടുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പൊളിച്ചൊരു മാല, നല്ലോണം ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നല്ല തിളക്കാണ് ശ്രീലകത്തേക്ക് നോക്കിയാൽ. അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കുന്നത്. ആ മഞ്ഞപ്പട്ടിൻ്റെ മുകളിൽ കസവൊക്കെ ആ കളഭത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കസവനെ ഒട്ടിച്ചിരിക്കണം. അപ്പോൾ മഞ്ഞപ്പട്ട് കൊടുത്ത പോലെ അത്ര രസമായിട്ട് പാളസാർ കൊടുത്ത പോലെ. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ചതുർബാഹുവായിട്ടാണ്, 4 കൈകളോടുകൂടി നാരായണനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. എന്തൊരു ഭംഗിയേറിയോ കാണാൻ. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ എന്താ പറഞ്ഞ എല്ലാതും കൈവളകൾ തോൾവളകളൊക്കെ ആ 4 കൈകളൊക്കെ തിളങ്ങുണ്ടൊക്കെ കസവിൻ്റെ നല്ല ഭംഗിയായി ഒട്ടിച്ച് നല്ല രസമായിട്ട്. ശംഖും ചക്രം സ്വർണത്തിൻ്റെയാണ് കൊടുത്തത്. ഗത ചന്ദനം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത്. പത്മം ഒരു താമരപ്പൂവ്, ആ സഹസ്രദള പത്മം ആണ് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ശംഖചക്ര ഗതാപത്മത്തോടുകൂടി നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് ശ്രീലകത്ത് നാരായണനായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ചാർത്തിയത് കാണാൻ. അകത്തിളക്കാണ് ശ്രീലകത്തേക്ക് നോക്കിയാൽ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൻ്റെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടുകൂടി ഇത് രസമായിട്ടുള്ള നിപ്പാറ് ശംഖചക്ര ഗതാപത്മത്തോട് കൂടി കണ്ടാൽ തന്നെ നല്ല സന്തോഷമല്ലേ. അങ്ങനെയാണ് പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് ഗുരുവായൂരപ്പനായിട്ട് നാരായണനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിൻ്റെ മുകളിൽ വെളുത്തപ്പൂവും തെച്ചിപ്പൂവായിട്ടൊരു തിരുമുടിമാല, വെളുത്തപ്പൂവും തുളസിപ്പൂവായിട്ടൊരു തിരുമുടിമാല, പിന്നെ വെളുത്തപ്പൂവ് മാത്രമായിട്ടൊരു തിരുമുടിമാല, അങ്ങനെ 3 തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള തടിച്ചുരുണ്ട ഒരു ഉണ്ടമാല. അത് തെച്ചി തുളസി വെളുത്തപ്പൂ അങ്ങനെ ഒരേ അനുപാതം നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ശ്രീലകത്തേക്ക് നോക്കിയാൽ. ഈ തിരുമുടിമാലകളുടെയും ആ ഉണ്ടമാലയുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ എന്താ ചതുർബാഹു നാരായണനായിട്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ശ്രീലകത്തേക്ക് നോക്കിയാൽ തന്നെ നല്ല സന്തോഷമാവും നമുക്ക്. അതുപോലെ ആ തിരുമുടിമാലകളുടെ മോള് വിധാനമായിട്ട് 2-3 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയായിട്ട് 2 വെളുത്തപ്പൂവും തുളസിയായിട്ട് 2, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ടൊരു 3, അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി. അനേക ലോകസ്ഥിതി സംയമാതെ പലതരം ജോലിയിൽ മുങ്ങിടുമ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴുമുള്ളഴിഞ്ഞു നിനക്കുമോ വായുപുരേശൻ എന്നെ. ഗേഹത്തിനെ പറ്റിയ ചിന്ത പോയി ദേഹത്തെയും കൂടി മറന്നിടുമ്പോൾ താനേ ഹരിപ്രേമ വളർന്നു കിട്ടും ആനന്ദ മോഹിച്ചിടുവാൻ അസാധ്യം. ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ. ശ്രീലക സദാ പൊന്നു ഗുരുവായൂരപ്പനെന്ന് ശംഖചക്ര കഥാപത്മത്തോടുകൂടി നല്ല ഐശ്വര്യം നല്ല ഭംഗിയാകത്തൊക്കെയാണ് നോക്കിയാൽ നല്ല സന്തോഷം വരും. അത്ര രസമായിട്ട് ആ ചാർത്തിരിക്കണത് കേട്ടോ. ആ മഞ്ഞപ്പൊട്ടൊക്കെ ചൊറിഞ്ഞ് ആ കളഭത്തിനെ കൊണ്ട് അങ്ങനെ കസവിനങ്ങനെ ഒട്ടിച്ചിരിക്കണം. അപ്പോൾ മഞ്ഞപ്പൊട്ടൊക്കെ കസവോട് കൂടിയുള്ള മഞ്ഞപ്പൊട്ടൊക്കെ ഞൊറിഞ്ഞൊക്കെ കൊടുത്ത് കാണാൻ നല്ല കൗതുകമുണ്ട്. അരയിലേക്ക് ഇങ്ങനെ അങ്ങനെ എല്ലാ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ചതുർബാഹു നാരായണനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണം. അത്ര ഭംഗിയുണ്ട് കാണാൻ. നല്ല സന്തോഷത്തോടു കൂടി ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദത്തിൽ അങ്ങനെ വീണ് നമസ്കരിക്കാൻ നമുക്ക്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാമം ജപിക്കാൻ തോന്നിക്കണേ. മനസ്സിലിപ്പം ആ രൂപം മനസ്സിൽ തെളിഞ്ഞ് വരണേ. ഈ ഭക്തൻ്റെ കൂടെ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദം 2 മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കുക, പുഞ്ചിരി തൂക്കി അനുഗ്രഹിച്ചുകൊണ്ടാ കരുണാർദ്രമായ കടാക്ഷം നല്ല മന്ദഹാസത്തോടു കൂടി നിൽക്കണം. നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ മനസ്സിൽ സ്മരിച്ചിട്ട് ഉറക്ക നാമം ജപിക്കാം. ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാകുക. നാരായണ 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 ഹരേ ഹരേ.